എന്ത് പെണ്ണ്? നീ ആരാ? നിന്നെ പറ്റിയല്ലോ ഞാൻ എഴുതിയിട്ടുണ്ടോ? നിന്നെ പറ്റി ഞാൻ എന്റെ പേജിൽ ഞാൻ ലോകത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് വിധവയായതാ, വേറെ ആരും വിധവയായിട്ടില്ല. ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ നീ ആരടി ചോദിക്കേ? നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി, നീയൊക്കെ ഉണ്ടാക്കി, നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി വിളമ്പാൻ പോവുക. അവിടുത്തെ ഇന്റർവ്യൂ വേണം അത് കൊടുക്കാനായിട്ട്. നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക്. കേറി വാ PR എല്ലാം കൂടെ. കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോകും. അപ്പോ രണസുനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. രണസുനയ്ക്ക് ഒരു 20 വയസ്സുള്ള ഒരു പയ്യനിൽ നിന്നും ഒരു ദിവ്യഗർഭം ഉണ്ടായി എന്നും അത് അലസിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സുനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും അറിയാം, മീൻ കച്ചവടം ചെയ്യുമ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് മീൻ കച്ചവടമൊക്കെ ചെയ്ത് വൈറലായ ഒരു വ്യക്തിയാണ്. അവര് ബിഗ് ബോസിലൊക്കെ കയറിയിട്ടുണ്ട്. അവരാണ് ഇപ്പൊ ഒരു നഗര സത്യം തുറന്നു പറയുന്നത്. രണസുനയ്ക്ക് ആദ്യത്തെ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ, മരിക്കുന്നതിന് മുന്നേ തന്നെ അവിഹിതം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും അബോർഷൻ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതൊക്കെ രണസുനയാണ് ലൂസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തെളിയിക്കേണ്ടത്, നമ്മളൊന്നല്ല. അതുകൂടാതെ തന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്ത ആ ഒരു വ്യക്തിയും ആ ഒരു ശബ്ദം കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വിട്ടു. എനിക്ക് മുന്നേ ഇത് അറിയായിരുന്നു, ഞാനിത് എവിടെയും പറയുന്നില്ല എന്നുള്ളത്. ഫിറോസ്കയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഫിറോസ്കാരെ നിരന്തരമായിട്ട് രണസുനയുടെ ഒരു ആർമി ലേഡി നിരന്തരമായി വിളിച്ച് തെറിയും വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിലും വന്നിട്ട് എന്തൊക്കെയോ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വീട് വെച്ചു കൊടുത്തതിന് ശേഷം ഇപ്പൊ ആള് കുടുങ്ങി പണ്ടാറടങ്ങി, വേണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യം. പിന്നെ അടുത്ത ശബ്ദം അത് നിമിഷ ബിജോയുടെയാണ്. നിമിഷ ബിജോയ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയാലോ. രാത്രി കാലങ്ങളിലുള്ള കുറെ ലൈവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. സത്യത്തിൽ അവരെ ഞാൻ പ്രൊമോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. എന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ അത്രത്തോളം രണസുനയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാം അറിയാമെന്നാ പറയുന്നത്. നമുക്ക് നേരെ ദീർഘിപ്പിക്കേണ്ട, നിമിഷ ബിജോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഫാൻസ് അസോസിയേഷൻസ് എവിടെ പറ? പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? പുതിയ ന്യൂസ് കണ്ടായിരുന്നോ? ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം സുധി പ്രഗ്നന്റ് ആയി, ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അബോർട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? പുതിയ ന്യൂസ് എവിടെയാണ്? ഫാൻസ് അസോസിയേഷൻസ് എവിടെല്ലാരും വന്നേടി? ശരിയാണോ ഇതൊക്കെ? ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാ. ഞാൻ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം, ഹനാൻ എൻ്റെ ഫ്രണ്ടാ, കുറേ വർഷമായിട്ട് എൻ്റെ ഫ്രണ്ടാ. അപ്പോൾ പക്ഷെ ഹനാനല്ലാട്ടോ എന്നോട് പറഞ്ഞു. പോയി ആ വീഡിയോ ഇറക്കിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ, നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലേ? അത് നമുക്ക് ശരിയല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഹനാനെ ഇവിടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. ഈ കേസിട്ടൊക്കെ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാം. ഇതൊന്നും എവിടെയും പറയാൻ പോയിട്ടില്ല. നമുക്ക് ആരെയും ഇതൊന്നും കുത്തിച്ചോർന്ന് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും നാട് മൊത്തം അറിഞ്ഞ് റിയാക്ഷൻ വീഡിയോ കറക്ക് കൊണ്ടാടാനുള്ള മുതലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കിട്ടിയല്ല, തയ്യറ് നിറച്ച് കിട്ടിയല്ല. ലോകത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് വിധവയായതാ, വേറെ ആരും വിധവയായിട്ടില്ല. ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ നീ ആരടി ചോദിക്കേ? നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി, നീയൊക്കെ ഉണ്ടാക്കി, നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി വിളമ്പാൻ പോവുക. അവിടുത്തെ ഇന്റർവ്യൂ വേണം അത് കൊടുക്കാനായിട്ട്. നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക്. കേറി വാ PR എല്ലാം കൂടെ. കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോകും. ഓക്കെ, അപ്പൊ നിമിഷ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുനാനുമായിട്ട് ബന്ധമുണ്ട്. സുനാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന കാര്യമാണ്. അതേപോലെ ഫിറോസ്ക പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ അറിഞ്ഞതാണ് എന്നുള്ളത്. നാണം കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നാന്നുള്ളത്. അപ്പൊ അടിപൊളിയാണ് കേട്ടോ. സുധിച്ചേട്ടനാണെങ്കിലും ശരി, സുനച്ചേച്ചി ആണെങ്കിലും ശരി, രണ്ടും അടിപൊളിയാണ്. ഒരു മെത്തയിൽ കിടത്താൻ പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെ. 3 എണ്ണം അവരും കെട്ടുന്നു, 3 എണ്ണം ഇവര് 2 കെട്ടിട്ടുള്ളൂ. പക്ഷെ 3ാമത്തേൽ അവിഹിതം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ കുറെ ആളുകൾ വന്നിട്ട് നമ്മളെ തെറി വിളിക്കുന്നുണ്ട്. അതാണ് ഒരു പക്ഷേ രണസുനയുടെ PR വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഫേസ്ബുക്കിലാണ് തെറികൾ കൂടുതൽ കേൾക്കുന്നത്. ഈ യൂട്യൂബിൽ അത്ര തെറികൾ കേൾക്കുന്നില്ല. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും തെറികൾ കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കൂടുതലും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങ് ഫേസ്ബുക്കിലാണെന്നാ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒരു ചേച്ചി വന്നിട്ട് നിരന്തരമായിട്ട് നമ്മുടെ ഫിറോസ് ഖാനെ തെറി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ആ ഒരു ശബ്ദ സന്ദേശം നമുക്കത് കേൾക്കാം. എന്റെ പേജില് വന്നിട്ട് എന്റെ പിള്ളേരെയും എന്റെ വൈഫിനെയും എന്റെ പേജിൽ ഇഷ്ടമുള്ളത് ഞാൻ എഴുതും. എന്റെ പേജിൽ ഇഷ്ടമുള്ളത് എഴുതും. നീ രേണുവിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, എന്തെങ്കിലും ചെയ്തോ. എന്റെ പേജിൽ വന്നിട്ട് എന്തിനാ എന്റെ വൈഫിനെയും എന്റെ പിള്ളേരെയും നീ തെറി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓ എന്റെ പൊന്നു പള്ളി, നിന്റെ എക്സ്പീരിയൻസ് അവിടെ ഇവിടെ കൊണ്ടുവെക്കല്ലേ എന്നുള്ളത്.
ഇവിടെ കൃത്യമായിട്ട് അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. 20 years ആയ ഒരു പയ്യനുമായിട്ട് അതിൽ ഒരു ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പൊ അവരുടെ PR ആയിട്ടുള്ള അവരെ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരെങ്കിലൊക്കെ തന്നെ ആകാം, അവര് വന്നുകൊണ്ട് ഇങ്ങനെ തെറികൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ പൊന്നു ചാച്ചി ഷഫീന ബീവി ഇങ്ങനെ ഒരു ഓഡിയോ ഇടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇട്ടത്. അവരുടെ അനുവാദം വാങ്ങിയിട്ടൊന്നല്ല ഇട്ടത്. നിങ്ങൾ എന്നാ ഷഫീന ബീവിയുടെ വീഡിയോന്റെ അടിയിൽ പോയിട്ടൊന്ന് കമന്റ് ഇടൊന്ന് കാണട്ടെ. നീ ആരാ? രേണുവിന്റെ PA? അത് രേണുവിന്റെ അംബാസിഡറോ? നീ എന്തിനാ എന്റെ പേജിൽ വന്ന് കമന്റ് ചെയ്യണത്? നീ എന്തിനാ എന്റെ പേജിൽ വന്ന് അനാവശ്യം എഴുതുന്നത്? നീ എന്തിനാ എന്റെ പേജിൽ വന്ന് അനാവശ്യം എഴുതുന്നത്? നീ എന്താ അനാവശ്യം എഴുതിയത്? നിനക്ക് ഓർമ്മയില്ല? നിനക്ക് ഓർമ്മയില്ല? ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. നിനക്ക് നീ എല്ലാ കമന്റും നീ ഡിലീറ്റ് ചെയ്ത് കണ്ട വഴിയോടില്ലേ? നിന്റെ മോളും നിന്റെ ഭാര്യ പൈസ വല്ലതും കൂടെ കിടന്നുണ്ടാക്കി വലിയ പെണ്ണുങ്ങളെയാണ് കട്ടിന് കീഴിൽ പിടിച്ചതോ? എന്തുവാടേ ഇത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണോ ഇവിടെയുള്ള അതേ സ്വാതന്ത്ര്യം ഫിറോസ് കാക്കുണ്ട്. ഫിറോസ് ഖാനെ നാണം കെടുത്തി അയാള് ഉണ്ടാക്കി കൊടുത്ത വീടിനെ പോലും പുച്ഛം ഭാവത്തോട് ഇട്ടിട്ട് അയാളുടെ ജോലിയെ പോലും ബാധിച്ചൊരു വിഷയമാണിത്. അപ്പൊ ആൾക്ക് ഇങ്ങനെ ഒരു കാര്യം ജെനുവിനാണെന്ന് തോന്നി അയാൾ ഇടും. അയാൾ പറഞ്ഞ കാര്യം എന്താണ്? ഇതെനിക്ക് മുന്നേ അറിയാമായിരുന്നു, എന്നാലും ഞാനിത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുറത്ത് വന്നപ്പോ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അത്രേ ഉള്ളൂ. അതിലിപ്പോ എന്ത് പ്രശ്നമാണുള്ളത്? എന്താണ് ആരാണിത്? എവിടെ നിന്നാണ് ഇതൊക്കെ പൊട്ടിമുളച്ച് വരുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്താ പൈസ തന്ന് ഏൽപ്പിച്ചിട്ടാണോ പോയിട്ടുള്ളത്? നിങ്ങളുടെ അതേ സ്വാതന്ത്ര്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ്. ആ തെറി ഒന്നും ഫിറോസ്ക വിളിച്ചിട്ടില്ല. ഇപ്പോഴും കമന്റ് ബോക്സിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചോണ്ടിരിക്കുന്ന ആളേനെ. പെണ്ണുങ്ങളെ കട്ടിന്റെ അടിഞ്ഞ് പിടിക്കേ. നീയാണ് എന്റെ വൈഫിനെയും എന്റെ പിള്ളേരെയും ഞാൻ രേണു ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ അതിന്റെ ഇടപെടണ്ട. നീ രേണുന്റെ നീ ആരായത് പറയാന്? എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാനാ തീരുമാനിക്കുക. എന്റെ പേജിൽ എന്ത് എഴുതുന്നത് അല്ല നീയല്ല തീരുമാനിക്കുക. എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാൻ തീരുമാനിക്കും. എന്ത്? അയാളുടെ ഫേസ്ബുക്കിൽ പേജിൽ അയാൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. വല്ലവന്റെയും ഫോണിൽ വിളിച്ചിട്ട് വൃത്തിയോട് പറയുന്നത് ഇതിനൊക്കെ ശരിക്കും ഫോട്ടോ സഹിതം പുറത്തു വിടണം എനിക്ക് പറയാനുള്ളത്. തന്തയ്ക്കും തള്ളയ്ക്കും കുട്ടികൾക്കൊക്കെ അനാവശ്യമായിട്ട് തെറി വിളിക്കുക. ഫിറോസ്ക്ക് ഒരു തെറി പോലും വിളിച്ചിട്ടില്ല. അയാൾ മാന്യനാണെന്ന് ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഈ സ്ത്രീ ഏതാടാ ഇത്? എവിടുന്ന് വന്നാടാ? എന്ത് പെണ്ണ്? നീ ആരാ? നിന്നെ പറ്റിയല്ലോ ഞാൻ എഴുതിയിട്ടുണ്ടോ? നിന്നെ പറ്റിയാണ് ഞാൻ എന്റെ പേജിൽ ഞാൻ എഴുതുന്ന എല്ലാ പോസ്റ്റിന്റെ അടിയിലും വന്നിട്ട് നീ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. നീ എന്തിനാ എന്റെ പേജിൽ വന്ന് കമന്റ് ചെയ്യണ്? പബ്ലിക് എന്റെ പേജിലല്ല, നിന്റെ വീട്ടിൽ കൊടുത്തിട്ട് കേട്ടോ. എന്ത് കിട്ടിയത്? ആർക്ക്? നിനക്കല്ലേ കിട്ടിയത്? വയറിറച്ചി കിട്ടിയത്? നൊന്തിട്ടൊന്നുമില്ല. നിന്നെ പോലുള്ള ചീപ്പ് കൾച്ചറിലല്ല, നിന്നെ പോലുള്ള വൃത്തികെട്ട നിനക്കാണെങ്കിൽ ഒരു കെട്ടിയോനില്ല. നിനക്ക് ചോദിക്കാനും പറയാനോ കാര്യമില്ല. നിനക്ക് ചോദിക്കാനും പറയാനോ നിനക്ക് കെട്ടിയോനോ ഇല്ല. നീ ഇങ്ങനെ നടക്കല്ലേ ലോകം മൊത്തം. പബ്ലിക്കായി ഇട്ടത് കൊണ്ടല്ലേ ഞാൻ കമന്റ് ഇട്ടത് എന്നാ പറഞ്ഞത്. പബ്ലിക്കായി വന്ന വീഡിയോസ് ആണ് ഞങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത്. പബ്ലിക്കിലാണ് വന്ന് കിടക്കുന്നത്. അതിനർത്ഥം ഇങ്ങനെ വന്ന് തെറിയൊക്കെ വിളിച്ച് വീഡിയോ ഒക്കെ ചെയ്താൽ ഇതെന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിപ്പോ ഒരാണാണെന്നുണ്ടെങ്കിൽ ആ ഫിറോസ്ക്കൊക്കെ നല്ല രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കുക. അതൊരു പെണ്ണായതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്നും മറുപടി കൊടുക്കാനില്ല. കാരണം അങ്ങോട്ട് വിളിക്കുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ, ഇങ്ങോട്ട് വിളിക്കണമെന്നും പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ഫിറോസ് ഖാനെ നല്ല തെറി വിളിച്ചിട്ടുണ്ട്. എവിഡൻസ് ആയിട്ട് എല്ലാവരുടെ കയ്യിലും വീഡിയോസും ഓഡിയോസും ഒക്കെ കിടക്കുന്നുണ്ട്. കൊള്ളാം ചാച്ചി, കൊള്ളാം. ഇങ്ങനെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു വാങ്ങണ. ഇവിടെ രണസുനെ കുറിച്ചിട്ട് ആളുകൾ ഈ പബ്ലിക്കിൽ വരുന്ന വീഡിയോസ് എടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിൽ അഭിപ്രായം പറയാൻ ഇവിടെയുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. സഭ്യമല്ലാത്ത രീതിയിൽ സഭ്യമല്ലാത്ത രീതിയിൽ സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇവിടെ രണസുനയുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം സുനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ആളാണ് ഇതെന്നും നമ്മളും പറഞ്ഞിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കിട്ടിയ ആ ഒരു വീഡിയോസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്തായാലും ഇങ്ങനെ കുറെ ചാച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ആവശ്യമില്ലാതെ അനാവശ്യമായി ചൊറിയാനും അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വെറുതെ വിറളി കൊള്ളാനും. അപ്പൊ കൊള്ളാം കേട്ടോ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.